കോഴിക്കോട് പന്തീരങ്കാവിലെ ഭർതൃവീട്ടിൽ നേരിട്ട ക്രൂരതകൾ വെളിപ്പെടുത്തി നവവധു. ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തിൽ കേബിൾ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും നവവധു പറയുന്നു. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർതൃമാതാവ് മാനസികമായി പീഡിപ്പിച്ചിരുന്നു. പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്നും കുടുംബത്തിന്റെ പരാതിയുണ്ട്. ഭർത്താവ് രാഹുലിനെതിരെ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എറണാകുളം പറവൂർ സ്വദേശിയായ യുവതിയായിരുന്നു കോഴിക്കോട് പന്തീരങ്കാവിലെ ഭർതൃവീട്ടിൽ മർദ്ദനത്തിനിരയായത്. ഈ മാസം 5-നായിരുന്നു പന്തീരങ്കാവ് വള്ളിക്കുന്ന് സ്വദേശി രാഹുൽ പി ഗോപാലുമായുള്ള വിവാഹം. ശനിയാഴ്ച രാത്രിയാണ് യുവതിയെ രാഹുൽ ക്രൂരമായി മർദ്ദിക്കുകയും കേബിൾ കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. രാഹുൽ പലതരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായി സംശയമുണ്ടെന്നും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്നും യുവതി പറഞ്ഞു. കൂടി വന്നപ്പോഴത്തേനും എന്നെ മർദ്ദിക്കുകയായിരുന്നു. അടിച്ചു, കരം തോക്കി അടിച്ചു. കൈമുഷ്ടി വെച്ചിട്ട് തലയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ഇടിയെങ്കിലും പിടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ, പിന്നെ നെറ്റിയിൽ നെറ്റ് നന്നായിട്ട് മുകളിച്ചിരിപ്പുണ്ടായിരുന്നു. ആദ്യം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൽ കുറവാണ്. ചാർജറിന്റെ കേബിൾ എടുത്തിന്റെ കഴുത്തിൽ മുറിക്കാൻ വാങ്ങാൻ ശ്രമിച്ചു. ആ സമയത്ത് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു തന്നെയാണ്. ഞാനവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ പുള്ളി പുറകെ വന്ന് പിടിച്ചു, എന്നെ ബെഡിലേക്ക് വലിച്ചിട്ടു. ബെൽറ്റ് എടുത്ത് എന്നെ പുറത്ത് അടിച്ചു. പിന്നെ എന്നെ നിവർത്തി കിടത്തിയിട്ട് ചുണ്ട് കാറ്റ് ചുണ്ടി മലത്തിയിട്ട് നഖം വെച്ച് പ്രസ് ചെയ്തു. മേലെ അതുപോലെ ചെയ്തു, താഴെ അതുപോലെ ചെയ്തു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ചെന്ന സമയത്താണെങ്കിൽ പോലും ശ്രീധരൻ എന്ന പേരിൽ പുള്ളിയുടെ സൈഡിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു തർക്കം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മായിയമ്മയുടെ പെങ്ങളുടെ സൈഡിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അടുക്കള കാണൽ ചടങ്ങിനായി ചെന്നപ്പോൾ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന നിലയിലായിരുന്നു മകളെന്നും യുവതിയുടെ അച്ഛൻ പറഞ്ഞു. പോലീസ് അന്വേഷണം തൃപ്തികരമല്ല. നിസാര വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയതെന്നും വധശ്രമത്തിനാണ് കേസെടുക്കേണ്ടതെന്നും അച്ഛൻ പറഞ്ഞു. അപ്പോൾ SP ആ പരാതി കോഴിക്കോട് SPക്ക് കൈമാറും. കോഴിക്കോട് SPയിൽ നിന്ന് ഇവിടെ മൊഴിയെടുക്കാനായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ഇയാൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പന്തീരങ്കാവ് പോലീസ് 307 വകുപ്പിടും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിൽ 307 അല്ല, 324A, അതായത് ഗാർഹിക പീഡനം എന്നുള്ള ആ ഒരു ഇതാ വരുന്നുള്ളൂ അതിൽ. പക്ഷേ അത് പോരല്ലോ. ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്ത ഇവൻ അത് 307 തന്നെ വരണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത് വന്നില്ല. രാഹുലിന്റെ അമ്മ നേരത്തെ തന്നെ സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നു. മുറിയടച്ചിരുന്ന് അമ്മയുമായി സംസാരിച്ചെത്തിയ ശേഷമാണ് ക്രൂരമർദ്ദനമെന്നും ഭർത്തൃമാതാവിനും പങ്കുണ്ടെന്നും യുവതിയുടെ കുടുംബം പരാതിപ്പെടുന്നു. മുഖ്യമന്ത്രിക്കടക്കം പരാതികൾ നൽകി നീതി തേടി കാത്തിരിക്കുകയാണ് കുടുംബം. ജനം, കൊച്ചി.